London Malayalam Radio, United Malayalis Entertainer. ഹലോ എവ്രിവൺ, നമസ്കാരം. വെൽക്കം ടു ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപ്. അത്ഭുത ദ്വീപിൽ കൂടെ മീനുവാണ്. അങ്ങനെ വീണ്ടും നല്ലൊരു ദിവസം കൂടെ ഇങ്ങനെ വന്നിരിക്കുന്നു അല്ലേ. അതായത് ഫെബ്രുവരി 19 ഇന്ന്. സോ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? അറിയില്ല. സോ എന്തായാലും ഇന്ന് ബർത്ത്ഡേസ് ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു പറയുന്നു. ഒപ്പം തന്നെ വിവാഹ വാർഷികം പോലെയുള്ള സുന്ദരമായിട്ടുള്ള മുഹൂർത്ത നിമിഷങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അറിയിക്കുന്നു. അതോടൊപ്പം നല്ലൊരു പാട്ടും നിങ്ങൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആദ്യമേ നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഒരു സ്വപ്നലോകത്തിലേക്ക്, അതിനുശേഷം അത്ഭുത ദ്വീപിലേക്ക്. കേട്ടിരുന്നുള്ളൂ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പൊന്മുളം കണ്ടു മൂളും പാട്ടിൽ ഞാൻ കേട്ടു നിന്റെ ഹരിരാഗഗീതത്തിൻ ആലാപനം. പൂവയിൽ കോടി നീയും പൊന്നിൽ ഞാൻ കണ്ടു നിന്റെ മലർമേനി ചാർത്തുന്ന പീതാംബരം.
London Malayalam Radio, United Malayalis Entertainer. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപ്. കൂടെ മീനുവാണ്. ഇനി നമുക്ക് ഓരോരോ വിശേഷങ്ങൾ നോക്കാം അല്ലേ. ജയിലിൽ കിടക്കാൻ ഇഷ്ടമാണോ? ഇത് ചോദ്യമല്ലേ. വേറെ പാട്ടിഷ്ടമാണോ അതിഷ്ടമാണോ ചോദിക്കുന്നതിന് പകരം ജയിലിൽ കിടക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കണ ഒരു ആർജെ, എൻ്റെ ദൈവമേ. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയോ ചോദിച്ചത്? ഒരു കാര്യമുണ്ട്. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ശശികല അറിയാമല്ലോ അല്ലേ, തമിഴ്നാട് ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു നീക്കത്തിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയെ ഭയങ്കരമായിട്ട് അനുകൂലിക്കുന്നവർ, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ജയിലെന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ശശികല എന്നൊരു പേരാണ്. അതെന്തായാലും അവിടെ നിന്നോട്ടെ. ഇനി ജയിലിനെ കുറിച്ച് ചോദിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്മശാന മൂകത നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു ഇടനാഴി എന്നല്ല, ഇടനാഴികൾ അല്ലേ, ശരിക്കും പിൻ ഡ്രോപ്പ് സൈലൻസ് ഉള്ള ഒരു ഇടനാഴികൾ, തുരുമ്പിച്ച അഴികളുടെ കിരികിരികിരാന്നുള്ള ശബ്ദം, പൊട്ടിപ്പൊളിഞ്ഞ ഭിത്തികൾ, ഇതൊക്കെയാണ് ജയിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ആണല്ലോ. ഒട്ടും സംശയമില്ല. എന്നാൽ ചിത്രങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്, മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ, എങ്ങനെ, എന്തുകൊണ്ട്, ഏത് രീതിയിൽ, ഇതൊക്കെ നല്ലൊരു പാട്ടിന് ശേഷം ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. അരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം, വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ? താനെ വന്നു നിറയുന്നതോ, നെഞ്ചിൽ നിന്നു മൊഴുകുന്നതോ, സ്നേഹമെന്തെന്നു തേടി നാം എന്നുമേ. അരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം, വെറുതെ ഒരു വാക്കി പറയുവാനാവുമോ? കൺകളിൽ കൈതൊടും പുതുനക്ഷത്രമോ, സൗരഭം വിതറിടും മധുവാസന്തമോ, ഇരുമാനസങ്ങളെ ചേർത്തിടും ഒരു നേർത്ത തന്തുവാണോ? നറുചിപ്പി തന്നിൽ നിറയുന്നതാം അമൃതിന്റെ ആഴിയാണോ? സ്നേഹമെന്തെന്നു തേടി നാം എന്നുമേ.
നടന ഹാസ്യരാഗോത്സവം 2017. ലണ്ടനിലെ ഈസ്റ്റർ വിഷു ദിനങ്ങൾ ആഘോഷമാക്കുവാൻ നടന ഹാസ്യരാഗോത്സവം 2017 ഒരുങ്ങുന്നു. D3 D4 നിങ്ങൾക്ക് സുപരിചിതരായ ഡാൻസ് ക്രൂ അലിയൻസിന്റെ നൃത്തവിരുന്ന്. ഒപ്പം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകരായ ശ്രീ പന്തളം ബാലൻ, അഖില ആനന്ദ്, രഞ്ജിത്ത് കണിച്ചിക്കുളങ്ങര, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം അനൂപ്, മുരളി പുനലൂർ എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്ന്. ഈസ്റ്റ് ഹാം, വാട്ട്ഫോർഡ്, വോക്കിംഗ്, ലെസ്റ്റർ, ബെൽഫാസ്റ്റ്, ഗ്ലാസ്ഗോ, അയർലൻഡ്, നോർത്തേൺ അയർലൻഡ്, സ്റ്റോക്ക്-ഓൺ-ട്രെന്റ്, സതാംപ്ടൺ എന്നിവിടങ്ങളിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് 7727 253424 7515029819. ഈ കലാമാമാങ്കത്തിലേക്ക് നിങ്ങളെവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപ്. കൂടെ മീനുവാണ്. ഇനി നോക്കാം നമുക്ക് എന്താണ് ഈ ഒരു ജയിലിന്റെ കാര്യം. പറഞ്ഞല്ലോ, എന്ത് സ്പെഷ്യാലിറ്റി ഉള്ളൊരു ജയിലാണ്. നോക്കാം. നോർവേയിലെ ഹാൾഡൻ ജയിൽ, അങ്ങനെ ഒരു ജയിലുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടായാലും വേണ്ടില്ല, ഇതിനകത്ത് വന്ന് കിടക്കാൻ തോന്നും. അത്ര കിടിലൻ, കിടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടു ജയിലാണ്. ഒരു തടവറയുടെ ഫീൽ താമസക്കാർക്ക് ലഭിക്കരുത് എന്ന് ആർക്കിടെക്റ്റുകൾക്ക് ആദ്യമേ നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇതിനനുസൃതമായിട്ടാണ് അവര് ജയില് രൂപകൽപ്പന ചെയ്തത്. ഒരു ഹോട്ടലിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത്. തടി കൊണ്ടുള്ള ഡോറുകൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇരുമ്പ് വാതിലുകളുടെ കിരികിര ശബ്ദം കേൾക്കാനില്ല. പ്രസന്നമായിട്ടുള്ളൊരു അന്തരീക്ഷം ഒരുക്കാനായിട്ട് കസ്റ്റം ലൈറ്റിങ്ങും മധുരകരമായിട്ടുള്ള സംഗീതവുമുണ്ട്. ഓരോ സെല്ലുകളും ഒരു ഇടത്തരം ഹോട്ടൽ മുറിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സ്വകാര്യത ഉറപ്പാക്കുന്ന സ്വാഭാവിക പ്രകാശം സമൃദ്ധമായി ലഭിക്കുന്ന മുറിയിൽ കിടക്കയും ഫർണിച്ചറുകളും ടിവിയും AC-യും ഒക്കെ ഉണ്ട്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമും. താമസക്കാർക്കായിട്ട് എന്റർടൈൻമെന്റ് റൂം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ കുറ്റവാളികളിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സംഗീതോപകരണങ്ങൾ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഗ്രാഫിറ്റി രചനയ്ക്കായിട്ട് പെയിന്റുകൾ ഒക്കെ നൽകിയിരിക്കുന്നു. മറ്റുള്ളവർക്കായിട്ട് പ്ലേ സ്റ്റേഷൻ, TV അടക്കമുള്ള ഉപകരണങ്ങളും. ആത്മീയ പാതയിലേക്ക് മാറിയവർക്കായിട്ട് മെഡിറ്റേഷൻ റൂംസ് ഒക്കെ ഇവിടെയുണ്ട്. ഇതിനെല്ലാം പുറമെ ജിം, വോളിബോൾ കോർട്ട് തുടങ്ങിയവയും ഒരുക്കിയിരിക്കുന്നു. 3500-ലേറെ കുറ്റവാളികളാണ് ഇപ്പോൾ ഇവിടെ സുഖജീവിതം നയിക്കുന്നത്. രാജ്യത്തെ കുറ്റകൃത്യങ്ങളുടെ നിരക്കിലും വർധനയുണ്ടെന്നാണ് വാർത്ത. വെറുതെ അല്ല, രാജ്യത്ത് കുറ്റവാളികൾ കൂടുന്നത് നല്ല ഒന്നാന്തരം പ്രോത്സാഹനമല്ലേ അല്ലേ? 5 സ്റ്റാർ അല്ലല്ലോ, 7 സ്റ്റാർ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ എങ്ങാനും മതിയായിരുന്നു എന്ന് ഇപ്പോൾ ശശികല ടീച്ചറിന് തോന്നുന്നുണ്ടാവും. അപ്പോൾ ശശികല മാം കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ஜல் ஜலக்கு ஜலக்கு உன் கொஞ்சல் சொல் எதுக்கு எதுக்கு பிழிக்கெஞ்சல் ஜல் ஜலக்கு ஜலக்கு உன் கொஞ்சல் சொல் எதுக்கு எதுக்கு பிழிக்கெஞ்சல் நீ சிரிக்க சிரிக்க புட்டும் கிழிஞ்சல் வெக்கம் ஒதுக்கு ஒதுக்கு அது இடைஞ்சல் துவங்கு துவங்கு வெக்க கூச்சல் வெயிலாய் தொட்டானே சூடு சூடு சூட மழையாய் பட்டானே கோடு கோடு கோட வெயிலாய் தொட்டானே சூடு சூடு சூட மழையாய் பட்டானே கோடு கோடு கோட யார் யாரோ
கண்ணில்லா தங்கம் உன்னிடையும் இடையும் தான் கொஞ்சம் உன் வீட்டில் உணவுக்கா பஞ்சம் வெள்ளை இரவே இரவின் குளிரே தெளியும் நதியே நதியின் கரையில் நீயோ அழகின் ரசவாதம் கொஞ்சல் மொழியே மொழியின் உயிர் நீ உரையா பணியே நீ என் 100%. நீ பூக்கள் போர்த்திய படுக்கை உன்னுதடு தேன்களின் இருக்கை நின்னுடலின் பயில்கிறேன் கணக்கை உனை பாட ஏதடி தணிக்கை சலக்கு சலக்கு உன் கொஞ்சல் சொல் எதுக்கு எதுக்கு பிடிக்கெஞ்சல் ஜல் ஜலக்கு சலக்கு உன் கொஞ்சல் சொல் எதுக்கு எதுக்கு பிடிக்கெஞ்சல் நீ சிரிக்க சிரிக்க கொட்டும் கிழிஞ்சல் வெக்கம் ஒதுக்கு ஒதுக்கு அது இடைஞ்சல் கண்ணாலே அனுப்பினாய் அஞ்சல் நிறம் மாறி போனதுன் மஞ்சள் அடியுக்கும் எனக்கும் முத்த காய்ச்சல் இனி துவங்கு துவங்கு வெக்க கூச்சல் ஷரரரரரா, 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 ஷரரரரரா. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനെന്നാത്തിന് അയച്ചാൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ, UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്ക് സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE എക്സ്ചേഞ്ച്. UAE Exchange. അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ ഇതൊരമര ഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃദു പെയ്യുമീ 7ാം യാമം അറിയാതെ അറിയാതെ ഈ പവിഴവാർദിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവുപോൽ നെഞ്ചിലമരുന്നോ മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു നീ ദേവശില്പമായി ഉണരുന്നു ഇതൊരമരഗന്ധ
വാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ? സ്വർണ്ണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ? അരിയമാൻ പേട പോലെ നീ എന്റെ അരികെ വന്നൊന്നു നിൽക്കുമ്പോൾ, മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പുമേയുമ്പോൾ, നീ വനവലാകയായി പാടുന്നു. ഇതൊരമരഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം, അലനൊറിയുമാഷാഢതീരം, അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം. അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ, അലിയാൻ വാ, ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. You're listening ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. മീനു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിൽ. എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട്. എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കുക. അതിപ്പോൾ കുറേ വർഷം നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒക്കെ ആയിരിക്കും നമ്മളൊരു വീട് വയ്ക്കുന്നത്. ഒരു വീട് വയ്ക്കുന്നതിൻ്റെ പിന്നിൽ എന്തുമാത്രം സ്വപ്നങ്ങളും എന്തുമാത്രം കണ്ണീരുകളൊക്കെ ഉണ്ടാവും അല്ലേ? ഒരുപാട് യാതനകൾ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ അവസ്ഥകൾ ഒക്കെ ഒരു വീടിൻ്റെ പൂർത്തീകരണത്തിന് പിന്നിൽ ഉണ്ട്. 2.5 ലക്ഷം രൂപ, അതായത് 2.5 ലക്ഷം പൗണ്ട്, 2 കോടിയിലേറെ രൂപ. അങ്ങനെ വിലമതിക്കുന്ന വീട് വെറും 2 പൗണ്ടിന്, അതായത് 170 രൂപയ്ക്ക് വിറ്റു. ഞാനൊന്നുമില്ല കേട്ടോ, എനിക്ക് അത്രയും വലിയ വീടൊന്നുമില്ല. ഗുജറാത്തിലെ വേരുകളുള്ള രേഖ പട്ടേൽ എന്ന അധ്യാപിക തൻ്റെ സ്വപ്ന ഭവനം നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ കടും കൈ ചെയ്തത്. ചേടാ, 2 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന വീട് വെറും 2 പൗണ്ടിന് വിറ്റിട്ട് കടുംകൈ ചെയ്തെന്നോ, നഷ്ടപ്പെടാതിരിക്കുന്നെന്നോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? കൺഫ്യൂസ്ഡ് ആയില്ലേ? പാട്ട് കേട്ടതിന് ശേഷം പറഞ്ഞുതരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ, അതോ ദേവരാഗമോ? കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ, അതോ ദേവരാഗമോ? ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ, സ്പന്ദനങ്ങളിൽ രാസചാരുത, മൂടൽ മഞ്ഞല നീർത്തിശയ്യകൾ, ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ, അതോ ദേവരാഗമോ? കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ, അതോ ദേവരാഗമോ? ആദ്യരോമഹർഷവും അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം. ആദിവാ സ്വപ്നവും ആനന്ദ
പുഷ്പവും കതിരിടും ഹൃദയങ്ങളിൽ. മദനഗാന പല്ലവി ഹൃദയ ജീവരഞ്ജിനി ഇതളിടുമീ നിമിഷങ്ങൾ ധന്യം ധന്യം. ശിശിരകാലം ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ. കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ. നിശാലഹരിയും താരാഗണങ്ങളും അലിയുമീ ഹൃദയങ്ങളിൽ. ലയനരാഗവാഹിനി തരളതാളഗാമിനി കഴുകിടുമീ നിമിഷങ്ങൾ ധന്യം ധന്യം. ശിശിരകാലം ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ. കുളിരിൽ മുങ്ങും ആത്മദാഹം മൃദുവികാരമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ. UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 മാഞ്ചസ്റ്റർ 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. മീനുവിന്റെ കൂടെ ലണ്ടൻ മലയാളം റേഡിയോയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണോ അത്ഭുത ദ്വീപ്. നോക്കാം നമുക്ക് എന്താണ് ആ കൺഫ്യൂസ്ഡ് ആക്കിയ വാർത്തയ്ക്ക് പിന്നിലെന്ന്. ഗ്ലോസോപ്പ് പ്രദേശത്തുള്ള പഴയ മടലുള്ള വീട് 2010 രേഖ വാങ്ങിയത്. അത് പുതുക്കി പണിയാൻ 2 ലക്ഷത്തോളം പൗണ്ട് ചെലവഴിക്കുകയും ചെയ്തു. അന്നത്തെ നിർമ്മാണ ജോലികൾക്കിടെ തന്റെ വീടിന് കേടുപാടുകൾ പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി അയൽവാസി കോടതിയിലെത്തിയതോടെയാണ് പ്രശ്നം ഗുരുതരമായത്. രേഖയുടെ വീട് വിറ്റ് നഷ്ടപരിഹാരവും കോടതി ചെലവുമായിട്ട് 76,000 പൗണ്ട് ഈടാക്കാൻ കോടതി വിധിച്ചു. പണം നൽകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ജൂണിൽ രേഖയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെങ്കിലും തുകയിലൊരു ഭാഗം അടച്ച ശേഷം 1 മാസത്തിനു ശേഷം തിരികെ കയറി. നഷ്ടപരിഹാര വിധിക്കെതിരെ രേഖ അപ്പീലും നൽകി. ഏറെ ഇഷ്ടമുള്ള വീട്ടിൽ തന്നെ തുടർന്ന് താമസിക്കാനാണ് വിശ്വാസമുള്ള 2 കമ്പനികൾക്ക് അവർ വീട് വിറ്റത്. പിന്നീട് 10 വർഷത്തേക്ക് പ്രതിമാസം 50 പൗണ്ട് വാടകയ്ക്ക് ഇവിടെ താമസിക്കാനുള്ള വാടക കരാർ എഴുതുകയും ചെയ്തു. വീടിനുമേൽ ഉടമസ്ഥനേക്കാൾ അവകാശം സ്ഥാപിക്കാൻ വാടകക്കാരന് നിയമപരമായി കഴിയും എന്നതിനാലാണ് ഉടമസ്ഥൻ എന്ന പദവി രേഖ ഉപേക്ഷിച്ചത്. ഇനി തനിക്ക് വീട് വിട്ടിറങ്ങേണ്ടി വരില്ല എന്നും രേഖ പറയുന്നു. ഇത് ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണോ അതോ മന്ദബുദ്ധി തരമാണോ എന്ന് എനിക്കറിയില്ല. പോകെ നോക്കാം നമുക്കല്ലേ. ഇപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനിൻ ആത്മാവ് തേങ്ങുന്നല്ലോ. തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന
ചിരിക്കുന്ന പൂക്കളെ അറിയില്ല നിങ്ങൾക്കെന്റെ അടങ്ങാത്ത ജന്മദുഃഖം. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ, ഞാൻ പൊന്നുമ്മ നൽകിയാലേ ഉണരാറുള്ളൂ. താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ, ഞാൻ പൊന്നുമ്മ നൽകിയാലേ ഉണരാറുള്ളൂ. കഥയൊന്നു കേട്ടാലേ ഉണ്ണാറുള്ളൂ, എന്റെ കൈവിരൽ തുമ്പു പിടിച്ചേ നടക്കാറുള്ളൂ, അവൻ നടക്കാറുള്ളൂ. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. ഇനി എന്നു കാണുമെന്ന പിടഞ്ഞു പോയി എന്റെ ഇടനെഞ്ചിലോർമ്മകൾ തുളുമ്പിപ്പോയി. ഇനി എന്നു കാണുമെന്ന പിടഞ്ഞു പോയി എന്റെ ഇടനെഞ്ചിലോർമ്മകൾ തുളുമ്പിപ്പോയി. എത്രയായാലുമെൻ ഉണ്ണിയല്ലേ, അവൻ വില പിടിയാത്തൊരൻ നിധിയല്ലേ, എന്റെ പുണ്യമല്ലേ. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. ഒരു നോക്കു കാണുവാനും ആത്മാവ് തേങ്ങുന്നല്ലോ. തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, അറിയില്ല നിങ്ങൾക്കെന്റെ അടങ്ങാത്ത ജന്മദുഃഖം. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. ഇതാ ലണ്ടൻ മലയാളം റേഡിയോയിൽ ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു പുതിയ ഗീതോപഹാരം മെഹഫിൽ. न जाने मेरे दिल को क्या हो गया, अभी तो यही था अभी खो गया. मंजिले रुसवा है, खोया है रास्ता. तेरे बिना बेसुआदी बेसुआदी रतियां,
पर चाहे गुजरे जमाने के हो या फिर हो नए जमाने के, आपके चहेते कलाकार, गायक, निर्देशक, संगीतकार, उन सभी पर आधारित होगा ये प्रोग्राम महफिल। तो फिर खूब सजेगी ये महफिल जब मैं बैठेंगे हम और आप इस गाने की महफिल में। ഹിന്ദി ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭകളുടെ അനശ്വര കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് മെഹഫിൽ. ഈ മെഹഫിലിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു ഞാൻ RJ അനു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ മെഹഫിൽ കേൾക്കാൻ മറക്കില്ലല്ലോ.
உலக அழகிகள் கூடி உன் பாதம் கழுவலாம் பாடி என் தளிர் மலரே என்னும் தயக்கம் என்ன என்னை புரியாதா இது வாழ்வா சாவா ഇനി എന്താണ് നമ്മൾ പറയാൻ പോകുന്ന ആ വിശേഷം? ഒരു സ്ത്രീ, ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭകാലം എന്ന് പറയുന്നത്, മനുഷ്യ സ്ത്രീയുടെ കാര്യമാണ് ഞാൻ പറയണത്. ഗർഭകാലം എന്ന് പറയുന്നത് എത്രയാണ്, എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം? നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്നു 9 മാസമെന്നോ 10 ദിവസമെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ പിന്നെ കൊളോക്കിയലായിട്ടൊക്കെ പറഞ്ഞു പോകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഗുമ്മിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 10 മാസം നമ്മൾ പറയാറുണ്ടല്ലേ. ഓക്കെ, അങ്ങനെ 10 മാസം തികയുന്നവരും ഇല്ലാതില്ല. എങ്കിലും നോർമലായിട്ട് 9 മാസം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും ഒരു പ്രസവം, നോർമൽ ഡെലിവറി നടന്നിരിക്കും. പിന്നെ ഈ സി സെക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേഷൻസിനനുസരിച്ച് പോകുന്നു. ഇപ്പം ഞാൻ എന്തിനാണ് ഈ പ്രസവ കാര്യം പറഞ്ഞതെന്നായിരിക്കുമല്ലേ. നൈജീരിയയിൽ 2 വർഷത്തോളം ഗർഭിണിയായിരുന്ന യുവതി ഒന്ന് പ്രസവിച്ചു. 2 വർഷത്തോളം. സാധാരണ ഈ TV സീരിയലുകളിലാണ് 2-3 വർഷം ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നായികമാർ ഗർഭിണികളായിട്ട് ഇരിക്കുന്നത്. വയറിന് വലിപ്പം ഉണ്ടാവുകയല്ല, ഒരു കാരണവശാലും അവർ പ്രസവിക്കുകയില്ല. അങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന പ്രസവങ്ങളൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ TV സീരിയലുകളിലാണ് അല്ലേ. നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സിനിമയിലൊക്കെ ആണെങ്കിൽ ഒരു പാട്ടിലൂടെ എന്തൊക്കെയായി കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതായി പെണ്ണ് വരെ കിട്ടും. ഇവിടെ പക്ഷെ അത് നടക്കില്ല. റിയാലിറ്റി ആണെങ്കിൽ കൂടിയും 2-3 വർഷമൊക്കെ തിരി കൂടി പോയില്ലേ. എന്തായാലും ഈ പെൺകുട്ടി 2 വർഷത്തോളം ഗർഭിണിയായിരുന്നിട്ട് പ്രസവിച്ചത് എന്താണെന്നറിയോ? മനുഷ്യക്കുഞ്ഞിനെയല്ല, പിന്നെയോ. കേട്ടിരുന്നുള്ളൂ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം, വയൽ കുരുവി മുറിവാളൻ കുരുവി കതിരാടും വയലിൻ ചെറുകാവൽക്കാരി തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം. ഓ നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി, ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി, ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു. കറുകവയൽ കുരുവി മുറിവാലൻ കുരുവി കതിരാടും വയലിൻ ചെറുകാവൽക്കാരി.
തിരുനെറ്റിക്കൊരു തൊടുകുറിയണിയിക്കും. ഇളമാന്തളിരിന്നറു പുഞ്ചിരിയിൽ കതിർമണ്ഡപമൊരുങ്ങും. പുതുപുലരൊളിയിൽ തിരുനെറ്റിക്കൊരു തൊടുകുറിയണിയിക്കും. ഇളമാന്തളിരിന്നറു പുഞ്ചിരിയിൽ കതിർമണ്ഡപമൊരുങ്ങും. അവനെന്റെ പ്രാണനിൽ പരിമളം നിറയ്ക്കും. ഓ കറുകവയൽ കുരുവി, മുറിവാളൻ കുരുവി, കതിരാടും വയലിൻ ചെറുകാവൽക്കാരി, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം. തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം. ഓ കറുകവയൽ കുരുവി, മുറിവാലൻ കുരുവി, കതിരാടും വയലിൻ ചെറുകാവൽക്കാരി. வணக்கம் நேயர்களே, உங்களுக்கு பிடிச்ச தமிழ் பாடல்களை இப்போ நீங்க உங்க சொந்தம் லண்டன் மலையாளம் ரேடியோல திரைத்தென்றல் நிகழ்ச்சியில கேட்கலாம். திரைத்தென்றல் நிகழ்ச்சியில நீங்க உங்க ஃப்ரெண்ட்ஸ், ஃபேமிலிக்கு பர்த்டே இல்ல ஆனிவர்சரி விஷஸ் சொல்லலாம். அண்ட் அவங்களுக்கு பிடிச்ச சாங் கூட டெடிகேட் பண்ணலாம். நீ பாதி நான் பாதி கண்ணே, அருகில் நீ இன்றி தூங்காது கண்ணே. காத்தோடு மலராட காக்குடலாட காதோரம் லோலாக்கு சங்கதி பாட. நான் உங்க ஆஜி அனுகிருஷ்ணா. உங்களுக்கு பிடிச்ச தமிழ் பாடல்களோடு உங்களுடன் இணைந்திருப்பேன் திரைத்தென்றல் நிகழ்ச்சி மூலமா வியாழந்தோறும் இரவு 8 வரைக்கும். திரைத்தென்றல் தென்றலை ரசிக்கும் போது பல நினைவுகள் வர்ற மாதிரி உங்களுக்கு மகிழ்ச்சி தர வருகிறது திரைத்தென்றல். അങ്ങനെ വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുന്നു ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക്. കൂടെ മീനുവാണ്. നൈജീരിയ അല്ലെ, നൈജീരിയയിലായിരുന്നു ഈ ഒരു പ്രസവം നടന്നത്. പ്രസവിച്ചതാകട്ടെ ആട്ടിൻകുട്ടിയെ. അതേ ആട്ടിൻകുട്ടി തന്നെ. യുവതി പ്രസവിച്ചുവെന്ന് പറയപ്പെടുന്ന ആട്ടിൻകുട്ടി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വീഡിയോയും വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് കേട്ടോ. സംഭവം സത്യമാണെന്ന് ഗ്രാമീണർ വീഡിയോയിൽ പറയുന്നതും കേൾക്കാം. പ്രസവത്തിലൂടെ ആട്ടിൻകുട്ടി പുറത്തു വന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ആ കുടുംബവും ഗ്രാമവും പ്രാദേശിക മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇങ്ങനെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ എന്താണ്, എല്ലാവരും ഈ ആട്ടിൻകുട്ടി വന്നതിന്റെ ഞെട്ടലിൽ തന്നെയാണ് എന്നെല്ലാവരും പറയുന്നു. നൈജീരിയയിലെ പോർട്ട് ഹാക്കൌട്ട് എന്ന സ്ഥലത്താണ് സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവം ആദ്യമായിട്ട് പുറത്തു വന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. പിന്നീടാണ് ന്യൂസ് വെബ്സൈറ്റുകളായ നൈജീരിയ ടുഡേ, ഡെയിലി പോസ്റ്റ്, ഹെറാൾഡ് എന്നിവ വാർത്ത ഏറ്റെടുത്തത്. ആട്ടിൻകുട്ടിയെ പ്രസവിച്ച യുവതിയുടെ പേര് പ്രസവ വാർത്ത പുറത്തുവിട്ട മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. 2 വർഷം കഴിഞ്ഞിട്ടും പ്രസവിക്കാത്തതിനാൽ ഈ യുവതി ഗ്രാമത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സഹായം തേടുകയായിരുന്നു അത്രേ. തുടർന്ന് ഗ്രാമത്തിലെ പുരോഹിതൻ സൗജന്യമായിട്ടൊരു ചികിത്സാ ക്ലിനിക് തുടങ്ങുകയും യുവതിയെ അവിടെ ചികിത്സിക്കുകയും ചെയ്തു. ഇവിടെ വച്ചാണത്രേ ഈ യുവതി ആട്ടിൻകുട്ടിയെ പ്രസവിച്ചത്. ആട്ടിൻകുഞ്ഞിനെ കാണാൻ ആളുകളുടെ ഒഴുക്കാണെന്നും നൈജീരിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പറയാൻ പറ്റില്ലേ, വിശ്വാസം അത് പല രീതിയിലാകാമല്ലോ അല്ലേ? എപ്പടി അപ്പടി. എന്തായാലും വിശ്വാസങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുമ്പോൾ എന്തൊക്കെയല്ലേ സംഭവിക്കണേ. ഇപ്പം സംഭവിക്കാതിരിക്കേ ഒരു കാര്യം എനിക്കിപ്പോൾ എന്തായാലും വേണം. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മതി. എന്താണ്, നല്ല വിശദമായ നല്ല ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു മെയിൽ, നിങ്ങളുടെ എല്ലാവരുടെയും മെയിൽ എനിക്ക് വേണം. minu@lmrlive.com മെയിൽ ഐ ഡി ഇതാണ്. സോ മറക്കരുത്, അയച്ചോളൂ. വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. Until then, take care, stay blessed and stay tuned to Latin Malayalam Radio. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ചിങ്കാരിയാട് പഞ്ചാരയാട്, ചിങ്കാരിയാട് പഞ്ചാരയാട്, മഞ്ചാടിച്ചോട്ടിൽ കൊഞ്ചിക്കൊണ്ടാട്. കുഞ്ഞാറ്റലോടും പൊന്നാമ്പലോടും പുന്നാരമോതാൻ കൂടുന്നൊരാട്. യാടിൻ കുറുമ്പിനെന്ന് ചന്തങ്ങളായി കാട്ടിക്കൂട്ടുന്നതെല്ലാം ഒരു പൊല്ലാപ്പുമായി. തുള്ളിച്ചാടിൽ തുടിച്ചിടുന്ന നേരങ്ങളിൽ പുള്ളിപ്പൂമ്പാറ്റ കുഞ്ഞ്
ചാടി